ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിപ്രധാനമായൊരു പഠന പരമ്പരയുടെ തുടക്കമാണിന്ന്. വീണ്ടെടുപ്പ്. ദൈവഭക്തി, അല്ലെങ്കിൽ മതം എന്ന ദൈവിക വ്യവസ്ഥ. വീണ്ടെടുപ്പ് അഥവാ മനുഷ്യനെ ദൈവം വീണ്ടെടുക്കുവാനുള്ള ദൈവിക വ്യവസ്ഥ, ഈ വിഷയത്തിൻ്റെ പഠനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. മതം അഥവാ ദൈവഭക്തി. റിഡംഷൻ എന്നതിന് മതം എന്ന വാക്കാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. പക്ഷെ വളരെ ഉചിതമായ വാക്ക് ദൈവ വിചാരം, ദൈവഭക്തി എന്നുള്ളതാണ്. ഇപ്പം മതം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥം അതാണ്. രണ്ട് ലത്തീൻ വാക്കുകളിൽ നിന്നാണ് റിലീജിയൻ എന്ന വാക്ക് ഉത്ഭവിച്ചത്. ആ വാക്കിൻ്റെ അർത്ഥം തിരികെ കൊണ്ടുവരിക, മടക്കി കൊണ്ടുവരിക, തിരികെ കെട്ടുക എന്നെല്ലാമുള്ള ആശയമാണ് റിലീജിയൻ അഥവാ ദൈവഭക്തി, ദൈവവിചാരം അഥവാ മതം എന്ന വാക്കുകൊണ്ട് വാസ്തവത്തിലെ വാക്കിൻ്റെ അർത്ഥം അതാണ്. അപ്പം മതം എന്നത് പാപികളായ മനുഷ്യനെ തിരികെ ദൈവത്തിലേക്ക് എത്തിക്കുക. ഇതാണ് വാസ്തവത്തിൽ മതം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്. ഭക്തി കൊണ്ട്, ദൈവവിചാരം കൊണ്ട് ദൈവം ഉദ്ദേശിച്ച അർത്ഥം മനുഷ്യനെ മടക്കി ദൈവത്തിലേക്ക് കൊണ്ടുവരിക. ഏദൻ തോട്ടത്തിൽ മതമില്ലായിരുന്നു, ഭക്തി മാർഗമില്ലായിരുന്നു. കാരണം അവിടെ പാപമില്ലായിരുന്നു. പാപം എപ്പോഴാണോ ലോകത്തിലേക്ക് പ്രവേശിച്ചത്, അന്ന് ഈ മതത്തിൻ്റെ ആവശ്യമുണ്ടായി. കാരണം പാപം വന്നപ്പോഴാണ് തകർച്ച ആരംഭിച്ചത്. പാപം മരണത്തെ കൊണ്ടുവന്നു. മരണം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയത് കൊണ്ട്, ആ മനുഷ്യൻ നിത്യജീവിൽ നിന്ന് അകന്നുപോയത് കൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരണം. ദൈവം എപ്പോഴും പുനഃസ്ഥാപനത്തിൻ്റെ ദൈവമാണ്. മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. മടങ്ങി വരാൻ മനസ്സുള്ളവർക്കെതിരെ ദൈവം ഒരിക്കലും വാതിൽ കൊട്ടിയടക്കില്ല. ദൈവം മാനസാന്തരപ്പെട്ട് തന്നിലേക്ക് മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കുന്ന ദൈവമാണെന്ന് മുടിയനായ പുത്രന്റെ ഉപമയിൽ നമുക്കറിയാം. ഇപ്പൊ ദൈവം മനുഷ്യനെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ബൈബിളിലെ പ്രധാന ചിന്ത. ബൈബിൾ നൽകപ്പെട്ടതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ സത്യമാണ്. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 3 അധ്യായങ്ങൾക്ക് ശേഷം ഈ ദൈവിക രക്ഷാ പദ്ധതി, അതായത് മതം എന്ന ദൈവിക വ്യവസ്ഥ അവിടെ വ്യക്തമായി ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങളിലാണ് എന്താണ് മനുഷ്യന് സംഭവിച്ചത്, ഉത്ഭവത്തിൽ, ആരംഭത്തിൽ, ഉൽപ്പത്തിയിൽ എന്താ സംഭവിച്ചെന്ന് കാണിച്ചു തരും. ഇപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ രക്ഷാ പദ്ധതിയുടെ ആരംഭത്തെ അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് മടങ്ങി വരേണ്ടത്, എന്താ സംഭവിച്ചത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ആരംഭത്തിൽ. തുടർന്നുള്ള പുസ്തകങ്ങളെല്ലാം ഈ രക്ഷാ പദ്ധതി, ക്രിസ്തുവേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയെ പൂർണ്ണ രൂപത്തിൽ, വികസിത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ബൈബിളിലെ 66 പുസ്തകം. അപ്പോൾ വീണ്ടെടുപ്പിലൂടെയുള്ള ഈ ഭക്തി അഥവാ മതം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്താണ് ഒരു മനുഷ്യൻ്റെ പ്രധാന ആവശ്യം? ഞാൻ ദൈവത്തോട് വീണ്ടെടുക്കപ്പെടും, ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വരണം. ഇതായിരിക്കണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഭാഷയിൽ, മാൻ നെറുത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇപ്പം മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഈ വീണ്ടെടുപ്പ് വ്യവസ്ഥയിലൂടെ അവന് ദൈവത്തിലേക്ക് മടങ്ങി വരണം. പക്ഷെ ഈ ഒരു ആവശ്യം അവന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ നിസ്സഹായത, അവന് സ്വയം തിരിച്ചു വരാൻ കഴിയില്ല. അവൻ തന്നെ ഒരു സുപ്രഭാതത്തിൽ തീരുമാനമെടുത്ത് എനിക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ, സ്വന്തം പരിശ്രമത്തിലൂടെ അവന് ഒരിക്കലും ദൈവത്തിലേക്ക് മടങ്ങി വരാൻ പറ്റില്ല. നടക്കുന്ന മനുഷ്യരുടെ വഴികളും അവൻ്റെ കാലടികളെ നേരെയാക്കാൻ സ്വാധീനമില്ല. ഈ കഴിവ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് നമുക്കില്ല. അത്രമാത്രം ഗുരുതരമായ ഒരു വീഴ്ചയാണ് മനുഷ്യൻ സംഭവിച്ചത്. ഇപ്പം മനുഷ്യൻ നിസ്സഹായനാണ്, കഴിവില്ലാത്തവനാണ്. റോമലേഖനം 5 ഭാഷയിൽ പാപിയാണ്, ബലഹീനനാണ്, അഭക്തനാണ്, ശത്രുവാണ്.
സ്വയം ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. അവൻ്റെ സ്വന്തം അധ്വാനം, കഠിന പ്രയത്നങ്ങൾ, അവൻ്റെ മറ്റ് മാർഗങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചാലും മനുഷ്യന് സ്വയം ദൈവത്തിലേക്ക് മടങ്ങാം. കാരണം അത്ര വലിയ ഗ്യാപ്പാണ്, അത്ര വലിയ വിടവാണ് ദൈവവുമായിട്ട് തൻ്റെ പാപം നിമിത്തം സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ചാടിക്കടക്കാൻ പറ്റില്ല. ആ പാപത്തിൻ്റെ വിടവെന്ന് പറയുന്നത് അത്ര വലുതാണ്. അത് മനുഷ്യന് ചാടിക്കടക്കാൻ പറ്റില്ല. അത് അവൻ്റെ സ്വന്തം കഴിവ് കൊണ്ട്, അധ്വാനം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റില്ല. ഇവിടെയാണ് അവന് ദൈവസഹായം വേണ്ടത്. ദൈവത്തിൻ്റെ കരം മുകളിൽ നിന്ന് താഴേക്ക് വരണം. ദൈവത്തിൻ്റെ ബലത്തിൽ, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ അവൻ ആശ്രയിക്കുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ ഈ ഉദയം ഉണ്ടാകുന്നത്, പ്രകാശം ലഭിക്കുന്നത്. കാരണം അതിലവൻ്റെ നിസ്സഹായത, കഴിവില്ലായ്മ തിരിച്ചറിയണം. ഈ ഒരു പശ്ചാത്തലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യന് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ആവശ്യമായി കാണും. ദൈവസഹായത്തോടെ മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരിക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം മറ്റൊന്നായി പോകുമായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ നമുക്ക് തുടങ്ങാം. ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെ ജീവവൃക്ഷം നഷ്ടപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടമാണ് ജീവവൃക്ഷം അവന് നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെ ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇപ്പൊ തോട്ടത്തിൽ നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷമുണ്ട്. ദൈവം പറഞ്ഞ ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഈ തോട്ടത്തിൽ മറ്റൊരു വൃക്ഷം കൂടിയുണ്ട്. അതും ഉൽപ്പത്തി 3:22 കാണാം. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. മറ്റൊരു വൃക്ഷം അവിടെയുണ്ട്. അവന്റെ ജീവിതം നിലനിർത്തുന്ന, നിത്യമായി അവനെ നിലനിർത്തുന്ന ജീവവൃക്ഷം. ഇപ്പൊ വിലക്കിയ വൃക്ഷം ഏതാണ്? നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷം. അത് അവന് ആവശ്യമില്ല. അപ്പൊ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് നിത്യമായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിലാണ് അവനെ ദൈവം ആക്കി വെച്ചത്. ഇത് മനുഷ്യന്റെ സ്വന്തം തീരുമാനമാണ്. അവർ സ്വയം എടുക്കുന്ന തീരുമാനം. ദൈവനെ മനഃപൂർവ്വമായിട്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അത് പാപം ചെയ്യിപ്പിക്കുകയോ അല്ല. അവരെടുക്കുന്ന തീരുമാനം എന്ന് കാണിച്ചിരിക്കുകയാണ്. ഇപ്പൊ ദൈവം വാസ്തവത്തിൽ അവനോട് ആവശ്യപ്പെട്ടത് ഇവിടെ ലളിതമായ ആവശ്യമാണ്. പക്ഷെ മനുഷ്യന് ഒരു ആവശ്യമില്ല. ആ പരീക്ഷകന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന് തന്നെ ഒരു വലിയ വിനാശം, നാശം, തകർച്ച വിളിച്ചുകൊണ്ട് വരാൻ ഈ മനുഷ്യന് ഒരു ആവശ്യമില്ലായിരുന്നു. എന്താ അവൻ കൊണ്ടുവന്ന അവസ്ഥകൾ? ഒന്ന് പാപവും അതിൻ്റെ ഭവിഷ്യത്തും. പാപവും അതിനോടൊപ്പം ഭവിഷ്യത്തും. ഏദൻ തോട്ടത്തില് പുരുഷനും സ്ത്രീയും, ആദാമും ഹവ്വയും, അവർക്ക് നൽകപ്പെട്ട നിത്യജീവൻ, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചവർ തിന്ന് അനുഭവിക്കുന്ന നിത്യജീവൻ 2 നിബന്ധനകളിലാണ്. 2 നിബന്ധനകളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും. ഒന്ന്, ലളിതമായ അനുസരണം. ലളിതമായ അനുസരണം, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. ദൈവം പറയുന്ന കൽപ്പനകൾ മാത്രം കേട്ട് അനുസരിച്ച് ജീവിക്കുക. അത് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ട. രണ്ടാമത് ദൈവം അവരോട് പറഞ്ഞത്, ആ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറഞ്ഞതുപോലെ, വായിച്ചതുപോലെ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി വെച്ചു. അതായത് അതിനെ പരിപാലിച്ച് നിർത്തുക. വേറെ ഒന്നുമില്ല. അവിടെ കീടങ്ങളില്ല, പുഴുക്കളില്ല, കൃമികളില്ല. അതുകൊണ്ട് എൻഡോസൾഫാൻ്റെ ആവശ്യമില്ല, മറ്റെന്തെങ്കിലും സ്പ്രേ ചെയ്യേണ്ട കാര്യമില്ല. ആ നല്ല മനോഹരമായ പൂർണ്ണതയുള്ള തികവുള്ള ഒരു തോട്ടം. ആ തോട്ടത്തിൽ നദികളുണ്ട്. അതിനെ കൃത്യമായിട്ട് വെള്ളം ഒഴുകുന്ന തരത്തിൽ ക്രമീകരിച്ച് ആ വൃക്ഷങ്ങളെയും ചെടികളെയൊക്കെ എന്നും പരിപാലിച്ച് അങ്ങനെ സൂക്ഷിക്കുക മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ജോലി. ഇതാണ് മനുഷ്യനെ ഏൽപ്പിച്ചത്. അവന്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ്. കാരണം അവന്റെ വാസസ്ഥലമാണിത്, അവന്റെ ഭവനമാണ്, വീടാണിത് ഏദൻ തോട്ടം. അവന്റെ ആഹാരം ഉത്ഭവിക്കുന്നത് ഏദൻ തോട്ടത്തിൽ. അവന് വേണ്ടതെല്ലാം ഏദൻ തോട്ടത്തിലുണ്ട്. അവന്റെ ഫുഡ് സോഴ്സ് അതാണ്. അതിനെ കാക്കുക, അവിടെ വേല ചെയ്യണം. അങ്ങനെ മനോഹരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇതാണ് അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. 33:22 മുതൽ ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ നമ്മിൽ ഒരുത്തരെ പോലെ ആയിത്തീർന്നിരിക്കുന്നത്. ആവശ്യപ്പെട്ടതല്ല, ഇത് ചെയ്യരുതെന്നാ പറഞ്ഞത്. നമ്മളിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. ഇപ്പൊ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്ന ഈ മനുഷ്യൻ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ച് തിന്നു കഴിഞ്ഞാൽ അവന് പിന്നെ മരണം ഒരിക്കലും വരില്ല.
ദൈവത്തിന് പിന്നെ വീണ്ടെടുക്കാൻ പറ്റില്ല. വീണ്ടെടുപ്പിന്റെ ആവശ്യം അവന് പറ്റില്ല. അവന് നന്മ തിന്മകളെ കുറിച്ച് വിഷയത്തിന്റെ ഫലം മാത്രമല്ല, ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുന്നു. അപ്പോൾ ദൈവം മനുഷ്യരെ പുറത്താക്കുക മനുഷ്യന്റെ നന്മയ്ക്കാണ്. മനുഷ്യരുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ നന്മ അവനെ പുറത്താക്കി കളഞ്ഞു. അല്ലെങ്കിൽ അവൻ ഈ പഴം കൂടെ പറിച്ചു തിന്നു. അവനെ പിന്നെ വീണ്ടെടുക്കാൻ പറ്റില്ല. ഇത് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവ അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിയുന്ന വാളുമായിട്ട്, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായിട്ട് നിർത്തി. തീ പരക്കുന്ന വാള്, ആ വാളിന്റെ ജ്വാല ഏദൻ തോട്ടത്തെ കാത്തു സൂക്ഷിച്ചു. അപ്പൊ തീർച്ചയായിട്ടും നോക്കയുടെ പ്രളയകാലത്ത് ആ ഏദൻ തോട്ടം എന്നേക്കും നശിച്ചു പോയി. അപ്പോൾ വളരെ ലളിതമായ 2 നിബന്ധനകളിലാണ് ദൈവം അവിടെ വെച്ചത്. പക്ഷെ അവരുടെ കടപ്പാട് അവർ മറന്നുപോയി. ഗുരുതരമായ വിപത്ത് ഭവിഷ്യത്താണ് മനുഷ്യവർഗത്തിലേക്ക് അവർ കൊണ്ടുവന്നത്. അവരുടെ അനുസരണക്കേട് നിമിത്തം മനുഷ്യവർഗം ഒരു ഗുരുതരമായ വിപത്തിലേക്ക് ചെന്ന് വീണു. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ, ആദാമിനെ കുറിച്ചാണ്, വേറെ മനുഷ്യനില്ലാന്ന്, ആദ്യ മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യം പർദീസ, സ്വർഗീയമായി അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് കിടന്നിട്ട് പോലും ജീവിച്ചിട്ട് പോലും അവൻ ചെയ്തത് പാപമാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഈ പാപത്തിന്റെ ഉത്ഭവം അവന്റെ തന്നെ തീരുമാനത്തിന്റെ ഫലമാണ്. അവനെൻ്റെ ആവശ്യമില്ല, ഈ പഴം പറിച്ചിടേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ സമർത്ഥമായ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏദൻ തോട്ടത്തിൽ ഈ പഴം തന്നെ വിലക്കപ്പെട്ടതിനെ പറിച്ചിടേണ്ട ആവശ്യമില്ല. പക്ഷെ പരപ്രേരണകൾ വന്നു, അവന്റെ ഉള്ളിൽ തീരുമാനമെടുത്തു. അവന്റെ ഉള്ളിൽ നിന്നാണ് തീരുമാനം വന്നത്. മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ട് നാം ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലൂടെ അതിനുള്ള താല്പര്യവും തീരുമാനവും ആഗ്രഹവും ഉടലെടുക്കുമ്പോഴാണ് നമ്മൾ പുറത്തുനിന്നുള്ള ആ പ്രേരണകൾക്ക് വിധേയപ്പെടുന്നത്. ഇപ്പൊ ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, താൻ ആരെയും പരീക്ഷിക്കപ്പെടാത്തവനെന്ന് യാക്കോബ് പറയുന്ന പോലെ നമ്മുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം ഹിതം. യാക്കോബിന്റെ 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ യാക്കോബിലൂടെ ദൈവം ആ വലിയ സത്യം വെളിപ്പെടുത്തും. നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടും. ദൈവം എന്തിനാ ആ പഴം അവിടെ വെച്ചത്, ആ വൃക്ഷം അവിടെ വെച്ചതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യാക്കോബ് 1:13 പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവരാകും, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ്. നമ്മളുടെ ഉള്ളിൽ മോഹം ജനിപ്പിക്കുകയാണ് ശത്രുവിന്റെ ജോലി. നമ്മുടെ ഉള്ളിൽ മോഹം ജനിപ്പിക്കുക, അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിരത്തും. ആ കാണുമ്പോൾ അത് എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ലാത്തതാണ്, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് എന്ന് സ്വയം പറഞ്ഞാൽ മതി, നമ്മൾ തീരുമാനിച്ചാൽ മതി. ആ മോഹം ജനിപ്പിക്കുവാൻ വേണ്ടി എല്ലാ വിധത്തിലും വഴികൾ ശ്രമിക്കും. ഇവിടെ സംഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഏക മനുഷ്യരാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഗർഭധാരണം വർദ്ധിച്ചു, വേദന വർദ്ധിച്ചു എന്ന് മാത്രമല്ല, നിലത്ത് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിക്കൊണ്ട് അവർ ജീവിക്കേണ്ട അവസ്ഥ. ശപിക്കപ്പെട്ട ഭൂമിയിൽ കിടന്ന് വെട്ടിക്കിളച്ച് അധ്വാനിച്ചിട്ട് കിട്ടിയിട്ടും വേണ്ട വിധത്തിൽ ഫലം കിട്ടുന്ന അവസ്ഥയല്ല. അങ്ങനെയെല്ലാം ശപിക്കപ്പെട്ട ഭൂമിയിൽ അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ അവനെ ഉണ്ടായി. ഇതൊന്നും മാത്രമല്ല, എല്ലാം ഭയാനകമായിട്ട് ഇരട്ടിയായ മരണം അവൻ നേരിട്ടു. മരണം ഇരട്ടിയായിട്ട് അവന് നേരിടേണ്ടി വരും, ഡബിൾ ഡോസ്. ഇതൊന്നും പോരാഞ്ഞ്, ഈ ശിക്ഷകളൊന്നും പോരാഞ്ഞ് ദൈവമനുഷ്യന് ഇരട്ടി മരണമാണ് കൊടുത്തത്. എന്തായിരുന്നു ഇരട്ടി മരണം? ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവ ജീവനിൽ നിന്നാകുന്നു. ദൈവമായുള്ള ബന്ധമുണ്ടായിരുന്ന മനുഷ്യനാണ് ആദാം ഹവ്വയും. കാരണം ലൂക്കോസ് 3:21 വായിച്ച് അവസാനിപ്പിക്കുക, ആദാം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ ജീവനിൽ പങ്കാളിയായിരുന്ന മകൻ. ആ ആദാമ ഈ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയത്. രണ്ടാമത്, അവന്റെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി, അവന്റെ ശരീരം ചെയ്യാൻ തുടങ്ങി, അഴുകാൻ തുടങ്ങി, വേദനകൾ തുടങ്ങി, കാലുവേദന, മുട്ടുവേദന, നടുവേദന, തലവേദന, മരണം. ഓരോ തരത്തിലും ഓരോ ദിവസം കഴിയുന്തോറും പൊടിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി. പൊടി അവനെ തിരിച്ച് അവകാശപ്പെടാൻ തുടങ്ങി. പൊടി അവനോട് പറഞ്ഞു, നിന്നെ എനിക്ക് വേണം, നീ എന്നിൽ നിന്ന് വന്നവനാണ്, നിന്റെ ശരീരം മണ്ണിൽ നിന്നുള്ളതാണ്. മണ്ണ് അവനെ അവകാശപ്പെടാൻ പറഞ്ഞു. ഒരു ദിവസം മണ്ണിനോട് ചേർന്നുകൊണ്ട് വന്നു, അടുത്തുകൊണ്ടേ വന്നു. ഉൽപ്പത്തി 3:19 ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയിൽ ഉൽപ്പത്തി 3:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടുകൂടി നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ദൈവമനുഷ്യർ, നീ ഇപ്പം പൊടിയാണ്. ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ മകനെന്ന് വിളിച്ച ആദാമിനോട് നീ ഇപ്പം പൊടിയാണ്. പലപ്പോഴും മനുഷ്യർ അത് മറന്നുപോകുന്നു. നീ അതിലേക്ക് തിരിച്ചു പോരും. അപ്പം പാപവും അതിൻ്റെ ഭവിഷ്യത്തും. ഇപ്പം ആദ്യ മനുഷ്യനായ ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു,
അവൻ കൊണ്ടുവന്ന ആദ്യത്തെ അവസ്ഥ, പാപവും അതിൻ്റെ തുടർന്ന് വന്ന ഭവിഷ്യത്ത്. രണ്ടാമത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം. പാപത്തിൻ്റെയും മരണത്തിൻ്റെ നിയമം. അപ്പം ആദ്യത്തെ ദമ്പതികൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന, ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നൊരു നിയമമാണ് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന നിയമം. പാപത്തിൻ്റെ ശമ്പളം മരണം, പാപവും മരണവും. ഇവിടെ പാപം ചെയ്യുമ്പോൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞത് ഉൽപ്പത്തി 2-ൽ, നിങ്ങൾ ഈ പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ മരിക്കും. അതായത് അനുസരണക്കേട് അഥവാ പാപം ചെയ്താൽ നിങ്ങൾ മരിക്കും. അതിനുള്ള ചിന്ത ഈ മരണം ഉദ്ദേശിക്കുന്ന ഭൗതിക ശരീരത്തിൻ്റെ മരണമെന്നാണ്, ഒരിക്കലുമല്ല. മറ്റു മരണങ്ങളോട് ഉൾപ്പെടെ ശരീരത്തിലെ മരണം ചിന്തിക്കുന്നു, ഒരിക്കലുമല്ല. ഈ മരണം ആത്മീക മരണമാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകലുന്ന ആത്മീക മരണമാണ്. ആത്മീക മരണം എന്നുള്ളത് വിശദീകരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആ മരണത്തെക്കുറിച്ച് പലർക്കും വ്യക്തമായി ബോധ്യമില്ല. എന്താണ് വാസ്തവത്തിൽ മരണം? മരണം എന്നതിന് യവനവാക്ക് ടാനറ്റോസ് എന്ന യവനവാക്കാണ്. പുതിയ നിയമത്തിലാണ്, പുതിയ യവന ഭാഷയിലാണ്. അവിടെ ടാനറ്റോസ് എന്ന യവനവാക്കാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം രണ്ടർത്ഥമാണ്. ഒന്ന്, മനുഷ്യൻ്റെ ആത്മീക ഭാഗമായ പ്രാണൻ, അത് ശരീരത്തിൽ നിന്ന് അകലുന്നതിനെയും മരണമെന്ന് വിളിക്കും. ഇപ്പം ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള പ്രാണൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. യാക്കോബ് അത് വ്യക്തമായി പറയുന്നു, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് അഥവാ പ്രാണൻ വിട്ടുപോകുന്നതിനെ മരണമെന്ന് പറയും. അപ്പം പ്രാണനാണ് മനുഷ്യൻ്റെ ആത്മീക ഭാഗം, ശരീരം എന്നുള്ളത് ഭൗതിക ഭാഗം. ഇത് തമ്മിൽ വേർപിരിയും. ഒന്നായിരുന്നത് വേർപിരിക്കേണ്ടത്. സകല മൂലപദാർത്ഥങ്ങൾ അവസാനം കത്തി അഴിയുമെന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ഈ രണ്ട് ഭാഗങ്ങളും വേർതിരിയും. അതിനെ മരണമെന്ന് വിളിക്കും. രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതിനെ മരണമെന്നും പറയും. ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആ ദിവസം തന്നെ മരിച്ചു. ഈ പഴം പറിച്ചു തിന്നാൽ തിന്നുന്ന നാളിൽ, ഓൺ ദിസ് ഡേ യു വിൽ ഡൈ. ദൈവം കള്ളം പറയില്ല. ദൈവം പറഞ്ഞ വാക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആദാമും ഹവ്വയും ദൈവകൽപ്പന, ആ കൽപ്പന ലംഘിച്ച ദിവസം തന്നെ രണ്ടുപേരും ആത്മീകമായി മരിച്ചു. ദൈവവുമായുള്ള ബോധപൂർവമുള്ളൊരു ബന്ധം, ദൈവവുമായുള്ളൊരു ബോധപൂർവ്വ ദൈവിക ജീവനിൽ നിന്ന് അകന്നു. ദൈവപ്രകാശം ചൈതന്യം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് അകന്നു. ജഡത്തിൻ്റെ കണ്ണു തുറന്നു. ഉള്ളിലുള്ള ആത്മപ്രകാശം അവസാനിച്ചു. അതാണ് വെളിച്ചമായി തേജസ്സായിരുന്നത്. പാപം ചെയ്തപ്പോൾ ആ തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു, മനം തഴമ്പിച്ച് അകന്നുപോയെന്ന് എഫേസ്യർ പറയുന്ന പോലെ. അപ്പം ഇത് തൃപ്തികരമായിട്ടുള്ള വ്യാഖ്യാനമാണ്, നിർവചനമാണെങ്കിലും നമ്മുടെ പഠനത്തിൻ്റെ ആവശ്യത്തിൻ്റെ അല്പം കൂടി വിവരിക്കേണ്ടതുണ്ട്. എന്താണ് ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ? ദൈവത്തിൽ നിന്ന് അകലുക അല്ലെങ്കിൽ ആത്മീക മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധനും പാപിയും എല്ലാവരും ദൈവം അവരുടെ സമീപത്തില്ലേ. കാരണം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ അഥേന പട്ടണത്തിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമെന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ദൈവം നമ്മളിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല, അവനിലല്ലോ നാം ജീവിക്കുകയും ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്ന പറയുമ്പോൾ പിന്നെ എന്തർത്ഥമാണ് ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞു? ദൈവം ആരോടും അകന്നിരിക്കുന്നില്ലെന്നല്ലേ ബൈബിളിൽ പറയുന്നത്? പിന്നെ ദൈവത്തോട് നമ്മൾ അകലുന്നു, വേർപെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ എന്തർത്ഥമാണ്? അപ്പം അത് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിനുള്ള വേർപാടിനെ കുറിച്ച് പഴയ കാലത്തൊരു പ്രവാചകൻ പറഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പഴയമകാലത്തെ പ്രധാനപ്പെട്ട പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരമാണ് പറഞ്ഞത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. ദൈവം മനുഷ്യനെ ഭിന്നിക്കുകയാണ്. ദൈവത്തിൻ്റെ മുഖം ദൈവം തിരിച്ചു കളയുകയാണ്. അതാണ് ആ വാക്യത്തെ ഇവിടെ പറയുന്നത്. ഇത് വാസ്തവത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരു അകൽച്ചയാണ്. ദൈവത്തിന് മനുഷ്യനെ നോക്കാനും അനുഗ്രഹിക്കാനും പറ്റാത്ത വിധത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾ അവിടെ പറയുന്ന താഴോട്ട്. അവിടെ നിങ്ങളുടെ നിലവിളികൾ ദൈവം കേൾക്കില്ല.
ദൈവം തൻ്റെ മുഖം തിരിച്ച്. ദൈവത്തിന് ചെവി മന്ദമായതുകൊണ്ടല്ല, കൈ കുറുകിയതുകൊണ്ടല്ല എന്ന് അവൾ വളരെ വ്യക്തമായ ആരംഭവാക്യം തന്നെ പറയും. അവിടെ പറയുന്നു, തുടങ്ങുന്ന വാക്യം എങ്ങനെയാണ്? കേൾപ്പാൻ കഴിയാതെ കൊണ്ട് യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് അവൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കൊണ്ട് ചെവി മന്ദമായിട്ട്. ദൈവത്തിന് കഴിവുകൾ സംഭവിച്ചതല്ല, ദൈവത്തിൻ്റെ കഴിവുകൾ കുറഞ്ഞതല്ല, ദൈവത്തിന് കഴിയാത്തതല്ല, ദൈവത്തിന് പറ്റുന്നില്ല. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ പാപങ്ങളും നിന്നും ദൈവത്തിൽ നമ്മളെ കൈനീട്ടി അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ദൈവത്തിന് കഴിയാതെ വന്നതല്ല, നമുക്ക് അനുഗ്രഹം തരാൻ കഴിയാതെ വന്നതല്ല. നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന വ്യക്തി ദൈവമാണ്. ഇതെല്ലാം നല്ല ദാനവും തികഞ്ഞ വരവും ഒരുത്തിൽ നമുക്ക് വേണ്ടി നൽകി തരുന്ന യാക്കോബ് 1:17. ക്രിസ്തുവിൽ സകല സ്വർഗീയ ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ സമ്പന്നമാക്കാൻ സമ്പന്നനായ ദൈവം, എല്ലാ നല്ല ദാനങ്ങളും വിളവ് വർദ്ധിപ്പിക്കുന്ന ദൈവം, പൊലിപ്പിക്കുന്ന ദൈവം, എല്ലാ അനുഗ്രഹത്തിന്റെ ഉറവിടമായ അനുഗ്രഹത്തിന്റെ അധിപനായ ദൈവം. ദൈവത്തിന് കൈ കൊടുക്കുന്നില്ല, ദൈവത്തിന് ചെവി മന്ദമായാൽ എത്ര വിളിച്ചിട്ട് ദൈവം എന്താ കേൾക്കാത്തത്? ഇതിന്റെ കഴിവൊക്കെ പോയോ? ഇതിന്റെ കേൾവിക്ക് പ്രശ്നമുണ്ടായോ? അതല്ല പ്രശ്നം. നമ്മുടെ മനഃപൂർവമായ പാപജീവിതം, ദൈവത്തോടുള്ള മത്സരം, നമ്മുടെ പാപസംബന്ധമായ മാലിന്യങ്ങൾ, ഇത് നിമിത്തം ദൈവത്തിൽ നമ്മളെ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളതെന്ന് ഹബക്കുക്കിൽ 1:13 പറഞ്ഞ ദൈവം. ഇതിന് ദോഷം കാണാൻ പറ്റില്ല. ദോഷത്തിൽ കിടക്കുന്ന ഒരാളെ കൈനീട്ടി അനുഗ്രഹിക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ വ്യക്തിത്വത്തിനും ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിനും കളങ്കമാണ്. അത് സാത്താൻ ചൂണ്ടിക്കാട്ടും, അത് ചൂണ്ടിക്കാട്ടി ആരോപിക്കും, കുറ്റം ആരോപിക്കും. അതുകൊണ്ട് അശുദ്ധി കിടക്കുന്ന ഒരാളെ ദൈവത്തിന് കൈനീട്ടി സഹായിക്കാൻ പറ്റില്ല. അവിടെ ചിലപ്പോൾ സാത്താൻ അവനെ സഹായിച്ചെന്നില്ല, അവൻ തെറ്റിദ്ധരിക്കുന്നത് ദൈവം തന്നതാണെന്ന്. പക്ഷെ അവനെ സഹായിച്ച തിന്മയിൽ കിടക്കുന്ന വ്യക്തിയെ, പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടാത്ത വ്യക്തിയെ സഹായിക്കുന്ന ദൈവമല്ല. ദൈവനെ അനുഗ്രഹിക്കും, സഹായിക്കും. അവന്റെ മനസ്സിൽ മാനസാന്തരത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ, തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവനെ സുഖപ്പെടുത്തും. തിരിച്ചു വരാൻ മനസ്സുള്ളവരെ എല്ലാം ദൈവം സുഖപ്പെടുത്തും, സൗഖ്യം കൊടുക്കും. അതാണ് ദൈവത്തിന്റെ ആശ്വാസം എന്ന് പറയുന്നത്. ആശ്വാസം എന്ന എബ്രായ വാക്കിന് മടങ്ങി വരിക എന്ന അർത്ഥം കൂടിയുണ്ട്. ഇവിടെ ദൈവത്തിന്റെ കഴിവ് പറഞ്ഞതല്ല, ദൈവത്തിന് പറ്റുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ കൂട്ടായ്മ അവരിന്ന് അകറ്റുകയാണ്, മാറ്റുകയാണ്. തന്റെ നന്മകൾ അവരിന്ന് മാറ്റുകയാണ്. ഇനി അവർക്ക് ആത്മീക നന്മയില്ല, ആത്മീക അനുഗ്രഹമില്ല. അവർ വിചാരിക്കുന്ന സമ്പന്നത കിട്ടി, പൈസ കിട്ടി, ജോലി കിട്ടി, സമ്പാദ്യം വർദ്ധിച്ചു, ഇതൊക്കെ ദൈവം തന്നതല്ല. അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തിന്റെ സത്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന മനുഷ്യനെ അനുഗ്രഹിക്കുന്നത് ദൈവമല്ല. ദൈവം അങ്ങനെ മുഖപക്ഷം കാണിക്കില്ല, രണ്ടു വിധത്തിൽ പ്രവർത്തിക്കില്ല. ദൈവം അനുഗ്രഹിത്തന്റെ മക്കളെയാണ്. അപ്പൊ അവർ ദൈവത്തിൽ നിന്ന് അകന്നു, അതായത് ദൈവത്തിന്റെ നന്മകളിൽ നിന്നും ദൈവിക ജീവനിൽ നിന്നും അകന്നു. നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ കൈ കുറുകിയതല്ല, എൻ്റെ മുഖം ഞാൻ തിരിച്ചതിന്റെ കാരണം നിങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും അത്രേ. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ നന്മകളിൽ നിന്നും, അനുഗ്രഹത്തിൽ ദൈവത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ നന്മകളിൽ നിന്നും ആ വ്യക്തി അകലുകയാണ്. രണ്ടാമത് നിത്യജീവനിൽ നിന്നുള്ള അകൽച്ച. ഇപ്പൊ ദൈവത്തിൽ നിന്നുള്ള അകലുക എന്ന് ഒന്നാമത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകലുക, രണ്ട് നിത്യജീവനിൽ നിന്ന് അകന്നു പോവുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു. നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്, സമയം പെട്ടെന്ന് പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരും. ഇപ്പോൾ എഫേസ്യ ലേഖനം 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങൾ. എഫെസോസ് സഭയോട് പറയുമ്പോൾ പണ്ട് നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു, ഏത് അവസ്ഥയിലാണ്? മരിച്ചവരാണ്. എങ്ങനെ മരിച്ചു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. ഇപ്പൊ നേരത്തെ നിങ്ങൾ മരിച്ചവരാണ്, ഇപ്പൊ ദൈവം അവരെ ജീവിപ്പിച്ചു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ദൈവം അവരെ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അപ്പൊ അവരോട് ദൈവം പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അവർ ജീവനോടെ ഇല്ലേ? പിന്നെ എന്താണ് വീണ്ടും ജീവിപ്പിച്ചു എന്ന് പറഞ്ഞത്? ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു, പക്ഷെ ആത്മാവിൽ ജീവനില്ലായിരുന്നു. ശരീരത്തിൽ മാത്രം ജീവനുണ്ടായിരുന്ന അവസ്ഥ, പക്ഷെ ആത്മാവിന് ജീവനില്ലാതെ മരിച്ച അവസ്ഥ. അപ്പൊ അവിടെ ദൈവം വീണ്ടും ആത്മീയ ചൈതന്യം കൊടുത്തു, ആത്മീയ ജീവൻ അവർക്ക് കൊടുത്ത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ അവർക്ക് ആത്മീയ ജീവൻ കൊടുത്തു. ഇപ്പൊ ജീവിതത്തിന്റെ രണ്ടവസ്ഥകൾ, രണ്ട് നിലവാരം, രണ്ട് വിശേഷണങ്ങൾ ഇവിടെ കാണാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ യോഹന്നാന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ദൈവാത്മാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം.
ദൈവമക്കൾ ക്രിസ്തുവേശുവിനെ സ്വീകരിക്കുന്ന, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ദൈവമക്കൾക്ക് ദൈവം വെച്ച് നീട്ടുന്നതാണ്. നഷ്ടപ്പെട്ട ഏതെന്തോണ്ടത്തിൽ നഷ്ടപ്പെട്ട പർദീസം നഷ്ടപ്പെട്ട മനുഷ്യരെ മറ്റൊരു അനുഭവത്തിലേക്ക് അവനെ കൈനീട്ട് നടത്തുകയാണ്. നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയണം. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇത് ചിലപ്പോൾ ചില മനുഷ്യർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഉൾക്കൊള്ളാൻ ചില ബുദ്ധിമുട്ടുണ്ടാകും. എന്തർത്ഥത്തിലാണ് നിത്യജീവൻ നമുക്ക് നൽകുന്നു, നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു ചിലപ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യം, ഗലാത്യലേഖനം 5:4 ഗലാത്യലേഖനം 5-4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതെങ്ങനെ സംഭവിക്കും? നമുക്ക് നിത്യജീവൻ ഉണ്ട് എങ്കിൽ കൃപയിൽ നിന്ന് എങ്ങനെ വീഴും? ക്രിസ്തുവിൽ നിന്ന് എങ്ങനെ വേർപെട്ടു പോകും? ദൈവം എങ്ങനെ നഷ്ടപ്പെടും? നമുക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ ദൈവപരിതാരിക്കുന്ന ജീവിതത്തിന് ഒരിക്കലും നഷ്ടമുണ്ടാകുമോ? ഇവിടെ പലപ്പോഴും നമ്മുടെ പ്രശ്നം നിത്യജീവൻ എന്ന വാക്ക് മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ജീവിതമല്ല, വളരെയധികം നാൾ നീണ്ടു നിൽക്കുന്ന ജീവിതമെന്നല്ല നിത്യമായ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിത്യമായ ജീവിതത്തിന്റെ അർത്ഥം അതല്ല. അത് നമ്മൾ ഒരു സമയബന്ധിതമായ നിലയിൽ അതിനെ കാണുന്നത് കൊണ്ടാണ്. നിത്യജീവൻ എന്ന വാക്ക് സമയബന്ധിതമായ നിലയിൽ, അതായത് ഒരു ലെങ്ത് ഓഫ് ടൈം, ഒരു ലെങ്ത് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നീണ്ട ജീവിതം എന്ന അർത്ഥത്തിലല്ല നിത്യജീവൻ നമ്മൾ കാണേണ്ടത്. അതൊരു ഗുണമാണ്. നിത്യജീവൻ ജീവിതത്തിന്റെ വിശേഷണവും ജീവിതത്തിന്റെ ഗുണം എന്ന നിലയിൽ ഇതിനെ കാണണം. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇപ്പം ഒരു പണ്ഡിതൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുകയുണ്ടായി, ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് തന്നെ നിത്യജീവനാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 3:16 സുവർണമായ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ചു. ഇപ്പൊ എല്ലാവർക്കും നിത്യജീവൻ നൽകണം. അതാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഇപ്പൊ നിത്യജീവൻ എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസത്തയാണ്, എസൻസ് ആണ്. അപ്പൊ എന്താ നിത്യജീവൻ? എന്താണ് ഇതിന്റെ ഗുണങ്ങൾ? നിത്യം എന്ന വാക്ക് യവന ഭാഷയിൽ ഉപയോഗിക്കുന്നത് അയോനിയോസ് എന്ന വാക്കാണ്. അയോനിയോസ് എന്ന വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത് പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റും. ആ വാക്കാണ് യവന ഭാഷയിൽ നിത്യം എന്നതിന് ഉപയോഗിക്കുന്നത്. കുറേ നാൾ ജീവിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. ഈ യവന വാക്കിൻ്റെ അർത്ഥം നീണ്ടു നിൽക്കുന്ന, ദീർഘകാലം നിൽക്കുന്ന ജീവിതമെന്നല്ല. ദീർഘകാലം ജീവിച്ചതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ 40 വർഷം കട്ടിലിൽ കിടന്നെന്ന് വരാം. 35 വർഷം ഇങ്ങനെ പക്ഷാഘാതം പിടിച്ച് ഒരു വശം തളർന്ന് കട്ടിലിൽ കിടന്നെന്ന് വരാം. 99 വയസ്സ് വരെ, 105 വയസ്സ് വരെ ജീവിച്ചെന്ന് വരാം. 105 വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ആ ജീവിതം അനുഗ്രഹമാണെന്ന് ഒരു ഉറപ്പുമില്ല. അതൊരു ശാപമാകും പലർക്കും. പലർക്കും അതൊരു വേദനയായി മാറാറുണ്ട്. അപ്പൊ ദീർഘകാലം ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു നേട്ടമുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ അയോനിയോസ് എന്ന വാക്ക് വാസ്തവത്തിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരാളെ കുറിച്ച് മാത്രം പറയാനാണ്. ഈ വാക്കിന്റെ ശരിയായിട്ടുള്ള ഉപയോഗം ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, ദൈവം. കാരണം ദൈവം മാത്രമാണ് നിത്യനായിട്ടുള്ളത്. ദൈവം മാത്രമാണ് നിത്യനായിട്ടുള്ളത്. അപ്പൊ ദൈവത്തിന്റെ ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രമുള്ളതാണ് നിത്യമായ അവസ്ഥ. ബാക്കിയെല്ലാം സൃഷ്ടിയാണ്. ദൂതന്മാരുൾപ്പെടെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിയാണ്, മനുഷ്യൻ സൃഷ്ടിയാണ്. ഇപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അപ്പോൾ എന്താണ്? ദൈവത്തിന്റെ ജീവൻ. അതുകൊണ്ടാണ് എഫേസ്യർ ദൈവത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനം തഴമ്പിച്ച് അകന്നുപോയ മനുഷ്യൻ. ദൈവത്തിന്റെ ജീവിതം എന്നാണ് മനുഷ്യൻ കാണുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് ആ വംശാവലി മാതാവിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് അവതരിപ്പിക്കുമ്പോൾ അവസാനം ചെന്ന് ചേരുന്നത് ആദാമിലേക്കാണ്. താഴേക്കാണ് വംശാവലി ലൂക്കോസിൽ അവതരിപ്പിക്കുന്നത്. മത്തായിയിൽ മറിയയിലൂടെ വരുമ്പോൾ ലൂക്കോസിൽ വരുന്നത് ജോസഫിലൂടെയാണ്. അവിടെ അവസാനിപ്പിക്കുന്നത് ആദാമിനെ കുറിച്ചാണ്. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. ലൂക്കോസ് സുവിശേഷത്തിന്റെ 3-ാം അധ്യായം അവിടെ വംശാവലിയെക്കുറിച്ച് പറയാൻ ആരംഭിച്ചു. 21-ാം വാക്യം മുതലാണ് യേശുവിന്റെ വംശാവലി അവതരിപ്പിച്ചത്. അവൻ ജോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് കേനിയുടെ മകൻ എന്ന് പറഞ്ഞ് തുടങ്ങും. എന്നിട്ട് അവസാനം 38-ാം വാക്യം 3:38 കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് സേത്തിന്റെ മകൻ, സേത്ത് ആദാമിന്റെ മകൻ. അടുത്ത പ്രസ്താവന ശ്രദ്ധിക്കുക, ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ അപ്പന്റെ ജീവൻ ഉൾക്കൊള്ളുന്നവനാണ്. ആദാം ദൈവത്തിന്റെ ജീവനുള്ളവനാണ്.
ഇതാന്ന് പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ദൈവീക ജീവന്റെ പങ്കാളിയാണ്. ആത്മീക ചൈതന്യം നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ആദാം. അവന് തേജസ് നിറഞ്ഞവനാണ്. ശരീരമുണ്ടെങ്കിലും തേജസ് ഉള്ളവനാണ്. വസ്ത്രം ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പാടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ വചനം പറയുന്നു ആദാം ദൈവത്തിൻ്റെ മകൻ. ആദാമിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ആ അർത്ഥത്തിൽ. അല്ല, സുവിശേഷം അനുസരിച്ച് സ്നാനമേറ്റ ദൈവമക്കളൊക്കെ ദൈവത്തിലെ മക്കളെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അർത്ഥം വേറെ. ആദാം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത്, അപ്പോൾ നിത്യത എന്ന വാക്ക് ദൈവത്തെക്കുറിച്ച് മാത്രം പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ നിത്യജീവൻ ദൈവത്തിൻ്റെ ജീവനാണ്. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം തരുന്നത് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തുവിലൂടെ ദൈവിക ജീവനാണ്. ആ ജീവനാണ് നമുക്ക് തിരിച്ചത്. ഏതൊട്ടും നമുക്ക് ഉണ്ടായിരുന്നു, ആദാമിനുണ്ടായിരുന്നു. ആദാം ദൈവത്തിൻ്റെ മകനാണ്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. യാതൊരു ആവശ്യമില്ലായി. മറ്റുള്ളവരുടെ വാക്ക്, ഒറ്റൊരാളുടെ ശബ്ദം കേട്ട്, ദുഷ്ടന്റെ ആലോചന കേട്ട്, തൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, മോഹം ജനിച്ചപ്പോൾ, ദൈവത്തെ പോലെ ആകുവാനുള്ള മോഹം, സാത്താന് സാധിക്കാതെ വെട്ടി താഴെ വീണതിൻ്റെ കാരണമായ ആ മോഹം മനുഷ്യരുടെ ഉള്ളിലേക്ക് കുത്തിച്ചെലുത്തുമ്പോൾ മനുഷ്യത് സ്വീകരിക്കാൻ ഹവ്വ അത് ഏറ്റെടുത്തു, ആദാമിലേക്ക് കൊടുത്തു. രണ്ടുപേരും മനസ്സിലാക്കേടിൻ്റെ ഫലമായി താഴെ ദൈവജീവൻ നൽകുന്നു. ഉടനെ അവർക്ക് മനസ്സിലായത് നാണക്കേടാണ്, ലജ്ജയാണ്, സ്വയം മറയ്ക്കാനുള്ള ശ്രമമാണ്. ഇന്ന് തേജസ് വിട്ടുപോയി. പാപം ചെയ്ത മനുഷ്യന് തേജസ്, ദൈവ സാന്നിധ്യം വിട്ടുപോയി. ഉള്ളിലെ ചൈതന്യം, പ്രകാശം വിട്ടുപോയി. അത് വിട്ടുകഴിഞ്ഞാൽ ഇത് വെറും ശരീരമാണ്, ജഡമാണ്. ഈ ജീവനിലേക്കാണ് തിരിച്ച് നമുക്ക് വഴി തുറക്കപ്പെടുന്നത്. അതിനാണ് ദൈവത്തിൻ്റെ പുത്രനെ അയച്ചത്. പുത്രൻ്റെ ദൈവത്തിലെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, ദൈവമായുള്ളൊരു ബന്ധമുണ്ട്. പക്ഷേ ഇത് നിബന്ധനാവിധേയമാണ്. ഏതൻ തോട്ടത്തിൽ അവരുടെ ജീവിതം പോലും നിബന്ധനാവിധേയമാണ്. പഴം പറിച്ച് തിന്നാൽ മരിക്കും, തിന്നില്ലെങ്കിലോ മരിക്കില്ല. ജീവവൃക്ഷത്തിൻ്റെ ഫലമനുവെച്ച് നിത്യമായി അവർ ജീവിക്കാം. ഭൂമിയിൽ ഇത്രമാത്രം ഈ ജനപ്പെരുപ്പം പോലും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ മക്കൾ മാത്രം. അങ്ങനെ ഒരു സംവിധാനമാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ മനുഷ്യൻ സ്വയം തീരുമാനമെടുത്തു. അവൻ്റെ തീരുമാനമാണ് ദൈവത്തിന് നല്ലത്. ദൈവനെ തള്ളിവിട്ടതല്ല, തള്ളിയിട്ടതല്ല. അവൻ്റെ സ്വന്തം തീരുമാനം. എനിക്ക് ദൈവത്തെ വേണ്ട, കർത്താവ് യേശുവിനോട് ചേരുവാൻ ഞാൻ സ്ഥാനമേൽക്കില്ല. സ്വയം തീരുമാനിച്ചു. അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുകയാണ്. ഭൂമി മുഴുവൻ അനുഭവിക്കുക. ഏകമനുഷ്യനെ പാപവും പാപത്താൽ മരണലോകത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത്, ചിന്തിച്ചത് മതം, ഈ ദൈവവിചാരം, ദൈവഭക്തി, റിലീജൻ എന്ന വാക്ക്. തിരിച്ചു ദൈവം തിരിച്ചു പിടിക്കുകയാണ് മനുഷ്യനെ. തന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായൊരു കൈക്കൊണ്ടില്ല. അനേകം ആൾക്കാർ കൈക്കൊണ്ടില്ല. സ്വന്തം വീട്ടിൽ വന്നിട്ട് പോലും ആൾക്കാർ വാതിലടച്ചു. പക്ഷെ അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഒരു പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, രക്തത്താലല്ല, ആത്മാവിനാൽ വീണ്ടും ചെയ്യും. ഒരു ദൈവം തിരിച്ചു പിടിക്കുകയാണ്. തന്നോടൊപ്പം തിരിച്ചുകൊണ്ട് തൻ്റെ ജീവൻ പങ്കിട്ട് കൊടുക്കുകയാണ്. നിത്യതയിൽ തന്നോടൊപ്പം കൊണ്ടുപോകാനാണ്. ഇതാണ് മതം, ഇതാണ് ദൈവഭക്തി, ദൈവവിചാരം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മനുഷ്യരെ വീണ്ടെടുത്ത പദ്ധതി ഒരു ജനത്തെ തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ആലോചന. ഇപ്പോൾ തുടരാൻ നമുക്ക് അടുത്ത ബുധനാഴ്ച വിഷയം കൂടുതലായിട്ട് ചിന്തിക്കാൻ നമുക്ക് സമയം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, അടിസ്ഥാന വിഷയമാണ്. ഇത് നിങ്ങളുടെ സഹായിക്കട്ടെ. താങ്ക് യു.